കോഴിക്കോട് ഐസിയു പീഡനക്കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഉത്തരമേഖല ഐജിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകുമെന്നും അതിജീവിത. പരാതിയിൽ ഹോസ്പിറ്റലിലെ പ്രിൻസിപ്പളിനും മുൻ പ്രിൻസിപ്പൽ ഗോപി സാറിനും അതേമാതിരി സൂപ്രണ്ട് ഒരുപാട് പേര് എന്നോട് അനീതി കാട്ടിയിട്ടുണ്ട്. ഡോക്ടർ പ്രീതി അതുപോലെ ഇതിൽ വന്നിട്ടില്ല എന്നാലും വന്നെന്ന് പറഞ്ഞ ഫാത്തിമ ബാനു എന്നിവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ കമ്മീഷണർക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ നടക്കുന്നുണ്ട്. അതിന് ഒരു പരാതി എന്തായാലും കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക്. CP അഖില ചേരുന്നുണ്ട്. അഖില, അതിജീവിതയ്ക്ക് നീതിക്ക് വേണ്ടി ഇനിയും പോരാടേണ്ട അവസ്ഥയാണോ? ഏതൊക്കെ കോണുകളിൽ നിന്നാണ് ദുരനുഭവം നേരിടുന്നത്? എന്ത് ചൂണ്ടിക്കാട്ടിയാണ് ഇനി പരാതി കൂടുതലായി വേണമെന്ന് ആവശ്യപ്പെടുന്നത്? പ്രതീഷ്, ഏറ്റവും പ്രധാനമായി അന്ന് ഈ അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കിയ ഡോക്ടർ KV പ്രീതി, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപി, RMO, IMCH സൂപ്രണ്ട്, ഗൈനക് HOD, നഴ്സിംഗ് സൂപ്രണ്ട് ഫാത്തിമ ബാനു എന്നിവരെ കൂട്ടുപ്രതികളാക്കണമെന്നാണ് ഇപ്പോൾ അതിജീവിതയുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഉത്തരമേഖല ഐജിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് അതിജീവിത ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പങ്കുവെക്കുന്നത്. വളരെ ക്രൂരമായിട്ടായിരുന്നു ഈ അതിജീവിത പീഡിപ്പിക്കപ്പെടുന്നത്. ഈ തൈറോയിഡ് കഴിഞ്ഞ് ICUവിലേക്ക് മാറ്റുന്നതിനിടെയാണ് അറ്റൻഡർ ശശീന്ദ്രൻ ഇത്തരത്തിൽ അതിജീവിതയെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ വൈദ്യപരിശോധന അന്ന് നടത്തിയത് ഡോക്ടർ KV പ്രീതി ആയിരുന്നു. അവർക്ക് ഈ മെഡിക്കൽ ലീഗൽ കേസുകളിൽ ഇത്തരത്തിൽ പരിചയ സമ്പത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരാണ് അന്ന് ഈ വൈദ്യപരിശോധന നടത്തിയത്. അത് കൃത്യമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അതിജീവിതം ഉന്നയിക്കുന്ന പ്രധാന പരാതി. ഇതടക്കം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെല്ലാം പരാതി നൽകി. മനുഷ്യാവകാശ കമ്മീഷനാണ് ഇത്തരത്തിൽ ഇപ്പം ഇങ്ങനെ ഈ ഒരു കാര്യം കണ്ടെത്തുന്നത്. അതായത് ഡോക്ടർമാർക്ക് ഉൾപ്പെടെ അപാകതയുണ്ടായി അല്ലെങ്കിൽ വീഴ്ച പറ്റിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഐജിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതിജീവിത പരാതി നൽകുമെന്നാണ് അവർ പങ്കുവയ്ക്കുന്ന വിവരം.